ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു 5.1 ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാബിനറ്റാണ്. 5.1 ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ അറിയാം. ഇവിടെ USB കൊടുക്കാനുള്ളതാണ്, സെലക്ഷൻ സ്വിച്ച്, പിന്നെ ഓരോ വോളിയം കൺട്രോളേഴ്സ്, ഓൺ ഓഫ് സ്വിച്ച്, അങ്ങനെ എല്ലാം ഉള്ള ക്യാബിനറ്റ് ഒരെണ്ണം. ഇനി അതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ. ഇത് 27027 10 ആംപിയർ ട്രാൻസ്ഫോമറാണ്. പിന്നെ ഒരിക്കൽ നമുക്ക് വേണ്ടത് കപ്പാസിറ്റർ 63 വോൾട്ട് 10000 UF 2 കപ്പാസിറ്റർ, 3510 മെറ്റൽ ഡയോഡ് 1, ട്വൽവ് വോൾട്ട് പവർ സപ്ലൈക്ക് വേണ്ട കപ്പാസിറ്റർ ഡയോഡ്, ഇതിൻ്റെ മെയിൻ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രോലോജിക് ബോർഡ്. ഇത് വസന്ത് പ്രോലോജിക് പ്രൈം ബോർഡാണ്, ഏറ്റവും പുതിയ വേർഷനാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നത്. ഇത് പവർ ആംപ്ലിഫയർ ബോർഡാണ്, സബ് വൂഫറിനുള്ള പവർ ആംപ്ലിഫയർ ബോർഡാണ്. IRF 240 940 മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള 4 മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ബോർഡാണ്. ഇത് 5 ചാനലിന് വേണ്ടിയിട്ടുള്ള TDA 2030 IC ബോർഡാണ്. ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് 5 ചാനൽ ബോർഡിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് സിങ്ക് ആണ്. പിന്നെ ഒരു USB ബ്ലൂടൂത്ത് പാനൽ. ഇത് വിത്ത് കരോക്കെ വരുന്ന ടൈപ്പുള്ള ബോർഡാണ്. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇത് പകാരിയ ബ്രാൻഡിൻ്റെ USB ബോർഡാണ്. പിന്നെ ആവശ്യമായിട്ടുള്ള വയർ, റിബൺ വയറുണ്ട്, ഷീൽഡ് വയറുണ്ട്. രണ്ട് കൂളിംഗ് ഫാന്, കൂളിംഗ് ഫാനിൻ്റെ ഗ്രില്ല്, വോളിയം കൺട്രോൾ നോബ്സ്, AC മെയിൻ കോഡ്, സ്പീക്കർ സോക്കറ്റ് 4, ഫ്യൂസ് വിത്ത് ഫ്യൂസ് ഹോൾഡർ 1, പുഷ് ബട്ടൺ സെലക്ടർ സ്വിച്ച് 3, മാസ്റ്റർ വോളിയം കൺട്രോൾ 1, ബുഷ് കിറ്റ്, 6-way RCA സോക്കറ്റ് 2, വോളിയം കൺട്രോൾ ആവശ്യത്തിനുള്ളത്, റെഗുലേറ്റർ IC 7805 7812 രണ്ടെണ്ണം, ഓൺ ഓഫ് സ്വിച്ച് 1, പവർ LED 1, അതിലേക്ക് വേണ്ടിയുള്ള റെസിസ്റ്റർ 1.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു 5.1 ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് അസംബിൾ ചെയ്യുന്ന വീഡിയോയും ഇത് അസംബിൾ ചെയ്തതിനു ശേഷമുള്ള ഇതിൻ്റെ റിവ്യൂ വീഡിയോയും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്